മോളെ മോളെ നാദിയ, എന്താ ഉമ്മ? ഒന്നിങ്ങോട്ട് വന്ന പ്രിയനേ കിളിയമ്മ തൻ കണ്ണുനീരാ രാത്രി മഴ തോരാതെ പെയ്തു നിന്നു. COVID-19 വ്യാപനം തടയാനാകാതെ ലോകം. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മാത്രം 222 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രതികരണം. വലിയ ആശങ്ക ജില്ലയിൽ നിലനിൽക്കുന്നു. ആ ജില്ലയിലാണ് ഒരു ദിവസത്തെ കണക്ക് 222 മുകളിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. in India continue to rise with each passing day, the country is likely to hit the million mark by this Friday. While the fact is that coronavirus cases are not ebbing globally, the situation in India is getting grim, with the country now inching closer to 1 million cases. Here's how it's playing out. India is racing towards the 1 million mark in coronavirus cases. It is the third worst hit country in the world. India witnessed the highest single-day spike of 32,695. കേരളം ഇന്ന് കോവിഡ് വ്യാപനത്തിന്റെ നടുവിലാണ്. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം കുതിച്ചുയരുന്നു. അങ്ങേയറ്റം സൂക്ഷിച്ചില്ലെങ്കിൽ മഹാമാരി മഹാദുരന്തമായി മാറാൻ അധിക സമയം വേണ്ടിവരും. പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക.
സ്പർശനം നടത്തി മാത്രം വീട്ടിലെ വസ്തുക്കളിൽ സ്പർശിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് നാളെ മുതൽ പോരാ, അകലം പാലിക്കൽ ഇന്നു മുതൽ വേണം, ഈ നിമിഷം മുതൽ വേണം. ഇത് മാത്രമാണ്, ഇത് തന്നെയാണ് ഇപ്പോൾ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. എല്ലാവരും കൂട്ടമായി നിൽക്കുന്നത് ഒഴിവാക്കുക. മാനവരാശിയുടെ രക്ഷയ്ക്കായി സഹകരിക്കുക. ജാഗ്രത മതി, ആശങ്ക വേണ്ട. ഇതും നമ്മൾ അതിജീവിക്കും.